ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നിഫ്റ്റി 25,000 എന്ന് പറയുന്ന കീറാമുട്ടി ഏറെക്കുറെ മറികടന്നു. 25,200 എന്ന റേഞ്ചിൽ ഇന്ന് നിഫ്റ്റി അതിശക്തമായ രീതിയിൽ നിലകൊണ്ടു. സെൻസെക്സ് 540 പോയിന്റിൻ്റെ ഗെയിനാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇന്നും നിഫ്റ്റിയിൽ HDFC, ICICI ബാങ്ക് പോലെയുള്ള മുൻനിര ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് തന്നെയാണ് നിഫ്റ്റീൻ്റെ റാലിക്ക് ചുക്കാൻ പിടിച്ചത്. കൂടാതെ തന്നെ റിലയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ടാറ്റ മോട്ടോഴ്സ്, ശ്രീരാം ഫിനാൻസ് പോലെയുള്ള കമ്പനീസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഓട്ടോ സ്റ്റോക്കുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം US താരിഫ് നെഗോസിയേഷൻ എല്ലാം തന്നെ ഓട്ടോ സെക്ടറിന് ഗുണകരമാകുമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്ന് ഓട്ടോ സെക്ടറിൽ നിന്ന് ബൈയിങ് പ്രഷർ കണ്ടിട്ടുള്ളത്. ഇൻഫോസിസ് ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് മുമ്പ് തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനിയിപ്പോൾ ഇന്ന് ഏവിയേഷൻ സെക്ടറിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും സ്പൈസ് ജെറ്റിൻ്റെ എതിരെ KL മാരനും KL എയർവേസും ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1323 കോടി രൂപയുടെ ഡാമേജ് ക്ലെയിം. അപ്പോൾ ഇത് സുപ്രീം കോടതി ഈ ഒരു കേസ് തള്ളി. ഇത് കാരണമാണ് സ്പൈസ് ജെറ്റിന് ഏകദേശം ഒരു 5.5% റാലിക്ക് കാരണമായത്. ഇനിയിപ്പോൾ റിയാലിറ്റി കമ്പനിയായിട്ടുള്ള ലോധ, അവരുടെ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു, നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ബ്ലോക്ക് ഡീൽ നടന്നു. അതിനുശേഷം 7% ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇനീഷ്യലി നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കേട്ടത് ജപ്പാനും US തമ്മിലുള്ള ട്രേഡ് ഡീൽ നടക്കുന്നു, US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, ജപ്പാൻ മാർക്കറ്റ് 2.5% റാലി രേഖപ്പെടുത്തി. ഇനി ആ ഒരു ഏഷ്യൻ മാർക്കറ്റിലുണ്ടായ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിനും, കൂടാതെ തന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ, HDFC, ICICI, നമ്മുടെ റിലയൻസ്, ഈ തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ നല്ലൊരു പിന്തുണ കൂടിയിട്ട് മാർക്കറ്റ് ഇന്ന് 25,200 എന്ന റേഞ്ച് മറികടക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും ടോപ്പ് ഗെയിനേഴ്സ് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, ശ്രീരാം ഫിനാൻസ്, എയർടെൽ, അപ്പോളോ ഹോസ്പിറ്റൽ, ബജാജ് ഫിനാൻസ്. ടോപ്പ് ലൂസേഴ്സ് നോക്കുമ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, HUL, ഭാരത് ഇലക്ട്രോണിക്സ്, അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാവുന്നതിന് മുമ്പ് നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ്പ് അപ്പ്, പിന്നീട് 25,100 സപ്പോർട്ട് എടുത്തു. പിന്നീട് അത് ശക്തമായിട്ട് ഒരേ റേഞ്ചിലേക്ക് നിഫ്റ്റി മുന്നും പിന്നും നോക്കാതെ ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 138 പോയിൻറ്റും ഇന്നലത്തെ ക്ലോസിൽ നിന്ന് 200 പോയിൻ്റ് അടുത്തും ക്ലോസ് നടത്തി 25,220 ക്ലോസ് നടത്തി നിൽക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. കാണാം, ഏറ്റവും താഴെ FTSE, CAC 40, DAX 3 പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് കാണാം 2.5% ക്രാഷ് ഉണ്ടായി, അല്ലെങ്കിൽ കൂൾ ഡൗൺ ആയി. 10.48 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. ഡോ ഫ്യൂച്ചർ 255 പോയിന്റ് പ്ലസും, ജപ്പാൻ മാർക്കറ്റ് 3.5% റാലിയും, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് $7 പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് 3,424 എന്ന നിലയിലാണ്. ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ തന്നെയാണ് ഉള്ളത്. ഇന്ന് ചെറിയൊരു $7 ഒരു ഇടിവ് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ജപ്പാൻ മാർക്കറ്റ് അവർ തമ്മിലുള്ള ട്രേഡ് 25 ആയിരുന്നു താരിഫ് ഉണ്ടായിരുന്നത്, അത് 15% കുറച്ചു. ജപ്പാൻ US ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ എന്ന രീതിയിലാണ് ഇപ്പോഴുള്ള മാർക്കറ്റ് അതിനെ റീഡ് ചെയ്തിട്ടുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നേരത്തെ കണ്ടപോലെ തന്നെ 3.5% റാലിയാണുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ഊഴാണ്. യൂറോപ്യൻ യൂണിയനായിട്ട് ഓൾറെഡി തന്നെ ജഗഡയാണ്, പ്രശ്നത്തിലാണുള്ളത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ നെഗോസിയേഷനൊക്കെ ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇന്ന് പോസിറ്റീവായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. കൂടാതെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഇതെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ഓഫീസിലിരുന്ന് ഓഫ്ലൈനായിട്ടും പഠിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസിന് നമുക്ക് നഷ്ടമാകുന്ന തുകക്ക് നമുക്ക് ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കും. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം ബജാജ് ഹൗസിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 21% ഇയർ ഓൺ ഇയർ ഉയർന്ന് 583 കോടി രൂപ കരസ്ഥമാക്കി. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7.4% ഉയർന്ന് 425 കോടി രൂപ കരസ്ഥമാക്കി. ഇൻഫി നെറ്റ് പ്രോഫിറ്റ് 9% ഉയർന്ന് 6,921 കോടി രൂപ. റവന്യൂ 8% ഉയർന്നു. ടാറ്റ കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്ന് 334 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. SRF കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1% ഉയർന്ന് 432 കോടി രൂപ കരസ്ഥമാക്കി. നാറ്റ്കോ ഫാർമ അഡ്ഹോക്ക് ഇൻഗ്രാം ഹോൾഡിങ്സിന് 2,000 കോടി രൂപ മുടക്കി 35% സ്റ്റേക്ക് അവർ അക്യൂർ ചെയ്തു. വെസ്റ്റ് ലൈഫ് കമ്പനി മാക്ഡൊണാൾഡിൻ്റെ ഓപ്പറേറ്റേഴ്സാണ്. നെറ്റ് പ്രോഫിറ്റ് 63% ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ബയോകോൺ ഫാർമ കമ്പനിയാണ്. അവർ ബയോസ്മില്ലർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്.
ഇനോക്സ് വിൻഡ് റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 120 രൂപയാണ് പെർ ഷെയറിനുള്ളത്. നിലവിലുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വില കുറച്ച് കമ്പനി സ്റ്റോക്ക് കൊടുക്കുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. BML കമ്പനി 294 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഏഞ്ചൽ വൺ കമ്പനി ലിനുവാൻ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ 26% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സൺടെക് ഇതൊരു റിയാലിറ്റി കമ്പനിയാണ്. മുംബൈയിൽ 4 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട്. ഡോക്ടർ റെഡ്ഡി ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1.4% മാത്രം സ്പൈക്ക് ഉണ്ടായി 1409 കോടി രൂപ. ഷെയർ ഇന്ത്യ കമ്പനി അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. പ്രീമിയർ പോളി ഫിലിംസ് കമ്പനി 6 കോടി രൂപയിൽ നിന്ന് 7 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. തൈറോ കെയർ കമ്പനി ലാബ് ചെയിൻ കമ്പനിയാണ് 24 കോടി രൂപയിൽ നിന്ന് 39 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. SRF കമ്പനി നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അവർ അഗ്രോ കെമിക്കൽ പ്ലാന്റും ഗുജറാത്തിൽ ചെയ്യുന്നുണ്ട്. സഞ്ജീനി ഇൻ്റർനാഷണൽ കമ്പനി 75 കോടി രൂപയിൽ നിന്ന് 86 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. രത്തൻ ഇന്ത്യ പവർ കമ്പനി 93 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി ഇത്തവണ 13 കോടി രൂപ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. മാസ് ഫിനാൻസ് കമ്പനി 71 കോടി രൂപയിൽ നിന്ന് 85 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മഹീന്ദ്ര ഹോളിഡേയ്സ് കമ്പനി 5 കോടി രൂപയിൽ നിന്ന് 7 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മഹീന്ദ്ര ഹോളിഡേയ്സ് ഒരുപാട് സ്ഥലത്ത് ഇവർക്ക് റിസോർട്ടുകൾ ബിസിനസ്സുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് ഇന്നലെ FISൻ്റെ ഭാഗത്തു നിന്ന് അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 3500 കോടി രൂപയ്ക്ക് നെറ്റ് സെല്ല് FIS നടത്തി. അപ്പോൾ ഇന്ന് ഈ ഫിനാൻഷ്യൽ കമ്പനീസിൽ ഇന്നലെയും പക്ഷേ നമുക്ക് ഫിനാൻഷ്യൽ കമ്പനീസിൽ ആയിരുന്നു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നത്. ഇന്നും ഫിനാൻഷ്യൽ കമ്പനീസിൽ ബൈയിങ് പ്രഷർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ FISൻ്റെ ആക്ടിവിറ്റീസ് കീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. കാരണം FIS ഇന്ത്യൻ മാർക്കറ്റിൽ അൾട്രാ ബീറിഷ് എന്നുള്ള നിലയിലൊന്നും അല്ല നിലകൊള്ളുന്നത്. കാരണം അവർ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം തന്നെ ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ അവരുടെ ആക്ടിവിറ്റീസ് നോക്കി അവർ ഇന്ന് ബയേഴ്സ് ആണെങ്കിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന മാർക്കറ്റാണുള്ളത്. കാരണം നമ്മുടെ നിഫ്റ്റി ഉണ്ടായിരുന്നത് 26,300 എന്ന പറയുന്ന ഓൾ ടൈം ഹൈയിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈം ഇപ്പോൾ 25,000 താഴെ പോയി, പിന്നെ വീണ്ടും മുകളിൽ പോയി. അപ്പോൾ നിഫ്റ്റിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള രീതിയിലാണ് FIS അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്കിൽ നമുക്ക് 26,200 എന്ന് പറയുന്നത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു വാല്യൂ ആയിട്ട് വീണ്ടും നമുക്ക് മാറിയേക്കാം. പക്ഷേ അതിനിടയിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമുള്ളത്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് എല്ലാം തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഈ US താരിഫ് റിസ്ക് കാരണം കുറച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു ഘടകം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് US മാർക്കറ്റിലേക്ക് തിരികെ വരാണെങ്കിൽ US ഇൻഫ്ലേഷൻ ഡേറ്റ നമുക്ക് റീസെൻ്റായിട്ട് വന്നത് നെഗറ്റീവായിരുന്നു. കൂടാതെ തന്നെ അവിടുത്തെ സെൻട്രൽ ബാങ്കും അവിടുത്തെ പ്രസിഡൻറ്റും തമ്മിൽ ഏകീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചല്ല പോകുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇവരുടെ ആ ഒരു അസോസിയേറ്റിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇപ്പോൾ മദർ മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയും ഇന്ത്യൻ മാർക്കറ്റ് മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. US മാർക്കറ്റിനും ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ പോയാൽ മാത്രമാണ് എൻ്റയർ മാർക്കറ്റിനും ഗുണകരമാകുകയുള്ളൂ എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു കാര്യം. കാരണം എല്ലാ മാർക്കറ്റും ഇൻ്റർലിങ്ക്ഡ് ആണ്. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.